20 വർഷം കഴിഞ്ഞിട്ടും 15 വർഷം കഴിഞ്ഞിട്ടും ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ടും കാലാവധി കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാൻ പറ്റാതെ നിരവധി പേര് ഇപ്പോഴും ജയിലിലുണ്ട്. എന്തെന്നറിയോ? കേവലം ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ SIയുടെയോ സർക്കിൾ ഇൻസ്പെക്ടറുടെയോ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ജയിൽ മോചനം അവകാശപ്പെട്ടിട്ടും അർഹതപ്പെട്ടിട്ടും ജയിൽ മോചനം സാധ്യമാകാതെ കിടക്കുന്നുണ്ട്. അപ്പോ ഈ ഷെറിന് വേണ്ടി മാത്രം, അതും 14 വർഷം ജയിൽ ശിക്ഷ കോടതി വിധിച്ചുവെങ്കിലും 365 ദിവസം പോലും, അതായത് 1 വർഷം പോലും ഷെറിൻ ജയിലിൽ കിടന്നിട്ടില്ല. കാരണം പരോള്, അതിന്റെ മുകളിൽ പരോളിന് ഇറങ്ങി കയറിയാൽ 2 ദിവസം കഴിയുമ്പോൾ അടുത്ത പരോള്, അങ്ങനെ വലിയ ഇടപെടലുകൾ. അതിന്റെ പിന്നിൽ ഒരുപാട് ഗോസിപ്പുകളും തിരകഥകളും ഒക്കെ പറയുന്നുണ്ട്. കാരണം ജയിലിലെ ഒരു കിങ് മേക്കർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നു, അല്ലെങ്കിൽ ജയിലിലെ നിയന്ത്രിക്കുന്ന സൂപ്രണ്ടിനെ പോലും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിരുന്നു ഷെറിൻ കിടക്കുന്ന ജയിലിൽ ഏതൊക്കെ തടവുകാർ വേണമെന്നും, ഷെറിൻ കിടക്കുന്ന ജയിലിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യണമെന്നും, ഷെറിൻ കിടക്കുന്ന ജയിലിൽ ഏത് സൂപ്രണ്ട് ആയിരിക്കണമെന്നും തീരുമാനിച്ചത് ഒരു പരിധിവരെ സർക്കാരല്ലായിരുന്നു. ഒരു പരിധിവരെ അത് തീരുമാനിച്ചതും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കിയതും എല്ലാം ഷെറിൻ തന്നെയായിരുന്നു.